ആ ദിവസം കാനാവ് എന്ന ഗ്രാമത്തിൽ വിവാഹം നടക്കുന്ന സമയത്ത് മറിയയെയും യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. നീ ആരെയാണോ ക്ഷണിക്കുന്നത് അത് നിന്റെ വിശ്വാസത്തെയും നിന്റെ വ്യക്തിത്വത്തെയും വെളിപ്പെടുത്തുന്നു. മറന്നുപോകരുത്. 2. യേശു ആ വിവാഹത്തിന് വന്നപ്പോൾ ആ വിവാഹത്തിൻ്റെ നടുവിൽ ഒരു പ്രശ്നമുണ്ടാകാനിടയായി. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ അവർക്ക് വീഞ്ഞ് തീർന്നുപോയിരുന്നു. വിവാഹത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാൻ നമുക്കറിയാം. 4 ദിക്കിൽ നിന്നും ബന്ധുക്കൾ പങ്കെടുക്കുന്ന വിവാഹമാണ്. കിഴക്കുനിന്നും പടിഞ്ഞാറ് തെക്കുനിന്നും വടക്കുനിന്നുമൊക്കെ ആളുകൾ കടന്നുവരും. 4 ദിക്കിൽ നിന്നുമുള്ള ബന്ധുക്കൾ കടന്നു വരാറുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ ദേശത്തിൻ്റെ 4 ദിക്കിലും അറിയാൻ ഇടയാകും. ആ വിവാഹം എത്ര ശ്രേഷ്ഠമായി നടന്നാലും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും അനേകം ആളുകൾ അറിയാനിടയാകും. അവിടെ ചെന്ന് പക്ഷെ ആഹാരം ഒന്നിനും കൊള്ളില്ലായിരുന്നുവെന്നേ. എന്താണ് പറയുന്നത്? കഷ്ണമൊന്നും തന്നില്ലെന്നേ, വെറുതെ ചാറ് മാത്രമാണ് തന്നത്. ആഹാരമൊന്നും കൊള്ളില്ലായിരുന്നു. വിവാഹമൊക്കെ വളരെ കെങ്കേമമായിട്ട് നടന്നെന്നാൽ ഫുഡൊന്നും കൊള്ളത്തില്ലായിരുന്നുവെന്നേ. ഫുഡ് വെറൈറ്റികളൊന്നും തന്നെ ഇല്ലായിരുന്നുവെന്നേ എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ വിവാഹ വിഷയത്തിൽ പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വ്യക്തികളായിരിക്കണം വിവാഹത്തിൽ ഉണ്ടാകേണ്ടതല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ വിവാഹത്തിലേക്ക് കടന്നു വരുവാൻ പാടില്ല. ചില ആളുകൾ വിവാഹത്തിന് വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കടന്നു പോകും. അത് അവരുടെ ഒരു ശീലമാണ്. അങ്ങനെയുള്ളവരെ ദയവിച്ചത് വിവാഹത്തിൽ ക്ഷണിക്കരുത്. യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. 2. വിവാഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ ആരാണ് അവിടെ കണ്ടുപിടിച്ചത്? പറയൂ. മറിയയാണ് കണ്ടുപിടിച്ചത്. മറിയ അത് കണ്ടുപിടിച്ചിട്ട് ആ പ്രശ്നത്തെ പരിഹരിക്കാനായി ശ്രമം നടത്തുകയാണ്. നിന്റെ വിവാഹത്തിൽ ആരുണ്ടാകണമെന്നറിയാമോ? വിവാഹത്തിലൊരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തെ കണ്ടുപിടിച്ചിട്ട് പരിഹരിക്കാൻ കഴിയുന്നതായ ആളുകൾ നിന്റെ വിവാഹത്തിൽ ഉണ്ടാകുന്നത് അനുഗ്രഹമാണ്. ആ വിവാഹത്തിൽ മുതിർന്ന വ്യക്തികളായി ആരുണ്ടാകണമെന്നറിയാമോ? പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് പരിഹരിക്കാൻ കഴിയുന്നതായ വ്യക്തികൾ ഉണ്ടാകണം. മറിയ ആ കുടുംബത്തിൽ കുറച്ച് ഉത്തരവാദിത്വമുള്ള വ്യക്തിയായിട്ട് കാണാൻ കഴിയുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ടായതായ സമയത്ത് മറിയ തന്നെ നേതൃത്വം വഹിച്ച് ആ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പ്രിയ മകനെ മകളെ, വിവാഹകാര്യം കടന്നു വരുമ്പോൾ പ്രേമമാണ് എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായ കാര്യങ്ങളിൽ ചെന്നുപെടരുത്. അമ്മയറിയാതെ, അപ്പനറിയാതെ, നിന്റെ ബന്ധുക്കളൊന്നും അറിയാതെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിശ്വസിച്ച് അവളെ വിശ്വസിച്ച് 4 ചുവടുകളുടെ മധ്യയിൽ വിവാഹം നടത്തിയാൽ എങ്ങനെന്താകും? ഒരു സഹോദരി എൻ്റെ അരികിലേക്ക് കരഞ്ഞുകൊണ്ട് വരുവാനിടയായി. എന്താണ് സഹോദരി ചോദിച്ചപ്പോൾ എന്താണ് പറയുന്നത്? എന്നെ വഞ്ചിച്ചു കളഞ്ഞു ബ്രദർ. എന്താണ് പറയുന്നത്? എന്നെ വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നുവെന്ന്. എങ്ങനെയാണ് വഞ്ചിച്ചത് സഹോദരി? അതല്ല, വിവാഹം കഴിച്ചിട്ട് ഇപ്പോൾ നിന്നെ ആവശ്യമില്ല, പോകൂ എന്നാണ് പറയുന്നത്. എന്നെ വിവാഹം കഴിച്ചു, ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്നു, ഇപ്പോൾ എന്നെ ആവശ്യമില്ല, നീ ഇറങ്ങിപ്പോ എന്നാണ് പറയുന്നത്. അതെന്താണ്? ഗർഭിണിയായിരിക്കുന്ന എന്നെ നീ ഇറക്കി വിടുകയാണെന്ന് ചോദിച്ചപ്പോൾ അത് നിന്റെ വയറ്റിൽ വളരുന്നതായ കുഞ്ഞിൻ്റെ പിതാവ് ഞാനാണെന്ന് എന്താണ് ഉറപ്പെന്ന് ചോദിക്കുന്നു. എന്തൊരു ദുഷ്ടനാണ് അയാൾ! ഞാൻ ഗർഭിണിയായതിനു ശേഷം ഇപ്പോൾ എൻ്റെ ഉള്ളിൽ വളരുന്നതായ കുഞ്ഞിൻ്റെ അപ്പൻ ഞാനാണെന്നുള്ള തെളിവ് എന്താണെന്ന് എന്നോട് ചോദിക്കുകയാണ് ബ്രദർ. അത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താണ് അയാൾ അത്ര ഉത്തരവാദിത്തമില്ലാതെ പറയുന്നത്? അതുകൊണ്ട് ഈ പ്രശ്നം നിനക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിന്റെ മാതാപിതാക്കളോട് നീ ചെന്ന് പറയുക. ഇവർ തന്നെ നടത്തി തന്നതായ ഒരു വിവാഹമല്ലേ, അവർ കൊണ്ടുവന്നതായ ആലോചനയല്ലേ, അതുകൊണ്ട് അവരാണല്ലോ ഇതിന് പരിഹാരമുണ്ടാക്കേണ്ടത്. നോക്കൂ, എൻ്റെ ഭർത്താവ് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഞാൻ ഗർഭിണിയായിരിക്കുന്നു, എൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിൻ്റെ അപ്പൻ അദ്ദേഹമാണെന്ന് എന്താണ് തെളിവെന്ന് ചോദിക്കുകയാണ്. ഇത് നിന്റെ മാതാപിതാക്കളോട് നിന്ന് പറയുക. അപ്പോഴിവൾ പറയുകയാണ്, അവർക്കാർക്കും അറിയില്ല ബ്രദർ. എന്താണ് അറിയാത്തത്? എൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം അവർക്കാർക്കും അറിയില്ല. അതെന്താണ് മകളെ, നിന്റെ വിവാഹം കഴിഞ്ഞതായ കാര്യം നിന്റെ മാതാപിതാക്കൾക്ക് അറിയില്ല എന്നാണോ? ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. പ്രേമിച്ച് വിവാഹം കഴിച്ചുവെന്നോ? അതേ ബ്രദർ. അവനെതിരെ കേസ് കൊടുക്കാൻ ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പോഴെന്താണ് പറയുന്നത്? കേസ് കൊടുക്കുമെന്ന്. ഞാൻ ചോദിച്ചു, ശരി, പ്രേമിച്ചെന്ന് പറയുന്നുവല്ലോ, വിവാഹം കഴിച്ചുവെന്ന് പറയുന്നുവല്ലോ, ശരി, ഏതായാലും രജിസ്റ്റർ മാരേജ് ആയിരിക്കുമല്ലോ ചെയ്തത്. ആ രജിസ്റ്ററിൽ ഞങ്ങൾ ഒപ്പൊന്നും ഇട്ടില്ല ബ്രദർ. പിന്നെ എവിടെ വെച്ചാണ് വിവാഹം നടന്നത് മോളെ? 4 ചുവരുകളുടെ മധ്യയിലാണ് വിവാഹം നടന്നത്. ആരാണ് നിങ്ങൾ വിവാഹം നടത്തിയത്? ഞങ്ങൾ തന്നെ നടത്തുകയായിരുന്നു. അവർ തന്നെ കല്യാണം നടത്തി. ശരി, വിവാഹം നടത്തിയ സമയത്ത് നിന്റെ കഴുത്തിൽ താലിയൊക്കെ കെട്ടി കാണുമല്ലോ, മാലയിട്ട് കാണുമല്ലോ, അതിൻ്റെ ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോസ് ഉണ്ട്.
എങ്കിൽ സാരമില്ല. ഏതായാലും ഫോട്ടോ ഉണ്ടല്ലോ, അത് കൊടുത്തിട്ട് നമുക്ക് കേസ് കൊടുക്കാനായിട്ട് കഴിയും. ഫോട്ടോസ് എവിടെ? അത് അവൻ്റെ സെൽഫോണിലാണ് ബ്രദർ. ഇത് ഞാൻ ചോദിക്കട്ടെ, ബുദ്ധിയില്ലായ്മയാണോ അതോ അറിവ് കൂടിയത് കൊണ്ടാണോ? ഇപ്പോൾ ഈ പ്രശ്നം വന്നിരിക്കുന്നു. പ്രശ്നം വന്നിരിക്കുമ്പോൾ ഇതിനുള്ള പരിഹാരം ആരാണ് കാണിക്കേണ്ടത്? ആൺകുട്ടിയുടെ പക്ഷത്ത് മാതാപിതാക്കളുണ്ട്, അതുപോലെ ബന്ധുമിത്രാദികൾ, അതുപോലെ പെൺകുട്ടിയുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, അറിവുള്ളവരായ ആളുകൾ, കുടുംബ ജീവിതത്തിൻ്റെ വില അറിയാവുന്ന ആളുകൾ, വിവാഹം നടത്തിക്കൊടുത്തവർ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോഴിവൾ അമ്മയാകാൻ പോവുകയാണ്. നാളെ ആശുപത്രിയിൽ പോകേണ്ടി വരുന്നതായ സമയത്ത്, കുട്ടിയെ പ്രസവിക്കേണ്ട വരുന്ന സമയത്ത് ഒരുപക്ഷേ നോർമലായിട്ട് പ്രസവം നടക്കാതിരിക്കുകയാണെങ്കിൽ, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ, അയാൾ ഇവളെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു എങ്കിൽ ആരാണ് ആ സഹോദരിയുടെ കൂടെ താങ്ങായി നിൽക്കുന്നത്? പറയുക. അമ്മയെ അറിയിച്ചിട്ടില്ല, അപ്പനെ അറിയിച്ചിട്ടില്ല, ചേച്ചിയോടോ അനുജത്തിയോടോ പറഞ്ഞിട്ടില്ല, അനുജനോട് പറഞ്ഞില്ല, ആരോടും പറയാതെ ഇവനെ വിശ്വസിച്ച് വിവാഹം കഴിച്ചപ്പോൾ അവനുള്ള വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ആരോടും പറയാതെ വിവാഹം കഴിച്ചതുകൊണ്ട് ഇപ്പോൾ ഈ വിവാഹത്തിൻ്റെ കാര്യം അവരെ അറിയിച്ചാൽ അവർ എല്ലാവരും വെറുക്കും, അവർ ഉപേക്ഷിക്കാനിടയാകും, ഇവളെ വെറുക്കും. അതാണ് അവനുള്ള ഉറപ്പ്. അതുകൊണ്ട് പറയില്ല. ഞങ്ങളോട് പറയാതെയാണല്ലോ വിവാഹം കഴിച്ചത്, അതുകൊണ്ട് നിന്റെ കാര്യം നീ തന്നെ അനുഭവിക്കൂ. ഇങ്ങനെ തന്നെയല്ലേ വീട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് ഇവൾ തന്നെ അനുഭവിക്കും. അതുകൊണ്ട് അവനെന്ത് ചെയ്യും? പിന്നെയും പിന്നെയും അവളെ തന്നെ ഉപദ്രവിക്കും. മനസ്സിലാകുന്നുണ്ടോ? മുതിർന്നവരാണ് വിവാഹം നടത്തിത്തരേണ്ടത്. ക്രമങ്ങൾ അറിയാവുന്നതായ മുതിർന്നവർ വേണം. സംസ്കാരം അറിയാവുന്ന മുതിർന്നവർ വേണം. ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നത്തെ കണ്ടുപിടിച്ച് പരിഹരിക്കാൻ കഴിയാവുന്നതായ അറിവുള്ള ആളുകളും വിവാഹത്തിലുണ്ടായിരിക്കണം. വിവാഹത്തിൻ്റെ മൂല്യം അതാണ്. ശ്രദ്ധിക്കുക, കാന എന്ന ആ ചെറിയ ഗ്രാമത്തിൽ വിവാഹം നടക്കുന്ന സമയത്ത് ആ വിവാഹത്തിലുള്ള ഉത്തരവാദിത്തം വഹിച്ചതായ ആളുകളിൽ ഒരു വ്യക്തി മറിയയായിരുന്നു. കാര്യങ്ങൾ അറിയാവുന്ന ഒരു ആത്മീയതയുള്ളവൾ. അതുപോലെ ആരെയാണ് ക്ഷണിച്ചത്? വിവാഹ വ്യവസ്ഥ തന്നെ ആരംഭിച്ചതായ ലോകരക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ആ വിവാഹത്തിലേക്ക് ക്ഷണിച്ചു. ഇപ്പോഴവിടെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ആ പ്രശ്നത്തെ പരിഹരിക്കേണ്ടതിന് വേണ്ടിയുള്ളതായ ഉത്തരവാദിത്തം മറിയ ഏറ്റെടുത്തു. അതുകൊണ്ട് പറയട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളോട് പറയാതെ പ്രേമമാണെന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു വ്യക്തിയെ വിശ്വസിച്ച് അവനോടൊപ്പം കടന്നുപോയി വിവാഹം കഴിച്ചു എന്നിരിക്കട്ടെ, നാളെ എന്തു സംഭവിക്കുമെന്നറിയാമോ? മാതാവിനോടോ പിതാവിനോടോ പറഞ്ഞില്ല, മാതാപിതാക്കളെ അറിയാതെ നീ ഒരു വിവാഹം കഴിച്ചിട്ട് സുഖത്തോടെ ജീവിക്കുക എന്നത് സാധ്യമുള്ള കാര്യം അല്ല. പ്രിയമകനെ, മകളെ, നിങ്ങളുടെ വിവാഹത്തിൽ യേശു ഉണ്ടായിരിക്കണം. യേശുവിനെ നീ നിശ്ചയമായും ക്ഷണിച്ചിരിക്കണം. അതാണ് ശ്രേഷ്ഠമായുള്ള വിവാഹം. അതല്ലാതെ ആ വിവാഹത്തിലേക്ക് യേശു കടന്നുവരാതെ, വിവാഹത്തിൽ ദൈവദാസന്മാരില്ലാതെ, വിശുദ്ധ വിവാഹമായി നടക്കാതെ ഇരിക്കരുത്. നിന്റെ വിവാഹം വിശുദ്ധ വിവാഹമാകണം. വിശുദ്ധ വിവാഹം വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ, വിശുദ്ധരായ ദൈവദാസന്മാരുടെ മധ്യയിൽ, വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന രീതിയിൽ, വിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന വിവാഹമാണ് വിശുദ്ധ വിവാഹം. അതാണ് ശ്രേഷ്ഠമായ വിവാഹം. ഇന്ന് നടക്കുന്നതായ വിവാഹങ്ങൾ വിശുദ്ധ വിവാഹമാകണം. വിശുദ്ധ വിവാഹം നടത്തിയതുകൊണ്ട് മാത്രം, കർത്താവ് നിന്റെ വിവാഹത്തിന് വന്നതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുമോ? പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലത് നമ്മൾ നനയ്ക്കാതെ തന്നെ കടന്നുവരും. മറ്റ് ചിലത് നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നതാണ്. ചില ഭാര്യമാരും ചില ഭർത്താക്കന്മാരും പ്രശ്നങ്ങൾ വരുത്തിവെക്കാറുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അവർ വലുതാക്കുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. ആ പ്രശ്നങ്ങളെ അവർ എന്തു ചെയ്യുമെന്നറിയാമോ? നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അത് പർവ്വതം പോലെയാക്കും. ഈ ഭാര്യാഭർത്താക്കന്മാരെ നോക്കുക, എത്ര സ്നേഹത്തോടെ കഴിഞ്ഞവരാണ്. എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ഒരു നിമിഷം. എങ്ങനെയാണ് അവർ തുടങ്ങിയത്? അയാൾ മുഖത്ത് ചെറുതായൊന്ന് തട്ടി. ഇവളെന്ത് ചെയ്തു? കുറച്ച് ഉറക്കെ അടിച്ചു. അയാൾ എന്താണ് ചെയ്തത്? കുറച്ചുകൂടി ഒന്നുകൂടെ നമുക്കത് കാണാം. നോക്കുക, സ്നേഹത്തോടെ മുഖത്ത് ചെറുതായി തട്ടുകയാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും, ഇത് വെറുതെ തല്ലുണ്ടാക്കാൻ തക്കവണ്ണമുള്ളതായ ഒരു പ്രശ്നമേ അല്ല.
അവൾ ഇവൻ്റെ മുടിക്ക് പിടിക്കുന്നു, ഇവൻ അവളുടെ മുടിക്ക് പിടിക്കുന്നു. ഇനി അവളുടെ മുടി ഊരിപ്പോകുകയാണെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നമായി മാറും. എന്താണ് മനസ്സിലാക്കുന്നത്? ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. എന്നാൽ ആ ചെറിയൊരു പ്രശ്നത്തെ അതൊരു വലിയ വിഷയമാക്കി, വലിയ പ്രശ്നമാക്കി മാറ്റരുത്. അന്ന് ആ വിവാഹത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ അത് പരിഹരിക്കാൻ കഴിയുന്ന അറിവുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രിയ മകനെ മകളെ പറയുന്നത്, പ്രശ്നങ്ങളുണ്ടാവുകയാണെങ്കിൽ പരിഹരിക്കാൻ കഴിയുന്ന മുതിർന്ന ആളുകൾ വിവാഹത്തിൽ അത്യാവശ്യമാണ്. ഈ കാലത്ത് നടക്കുന്ന പല വിവാഹങ്ങളും മുതിർന്ന ആളുകൾ നടത്തിത്തരുന്നതായ വിവാഹങ്ങളല്ല. അവർ തന്നെ വിവാഹം നടത്തുകയാണ്. മുതിർന്നവരെ ഇടപെടുത്തുന്നില്ല, ഇവർ തന്നെ വിവാഹം നടത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വിവാഹമെന്നാൽ എന്താണെന്ന് പോലും ഇവർക്കറിയില്ല. വിവാഹത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവർക്കറിയില്ല. എന്തെല്ലാം രീതിയിലാണ് അത് നടത്തേണ്ടതെന്ന് അവർക്കറിയില്ല. വിവാഹബന്ധത്തിൻ്റെ മൂല്യം എന്താണെന്ന് ഇവർക്കറിയില്ല. അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും ഇവർക്കറിയില്ല. അറിയാവുന്നതായ മുതിർന്ന ആളുകൾ നൽകുന്നതായ ഉപദേശങ്ങൾ പാലിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതായ സ്വഭാവം ഇന്ന് പല ആളുകൾക്കും ഒട്ടും തന്നെയില്ല. എന്താണ്, ഞങ്ങൾക്കൊന്നും അറിയില്ലെന്നാണോ വിചാരിക്കുന്നത്? ഞങ്ങൾ കൊച്ചുകുട്ടികളാണോ? ഇവർ രണ്ടുപേരും ചെറിയ കുട്ടികളാണോ? അവർ കൊച്ചുകുട്ടികളല്ല. എന്നാൽ എന്ത് സംഭവിച്ചു? സ്നേഹത്തോടെ പിന്നെ കുസൃതിയൊക്കെ വലിയ പ്രശ്നമായി മാറി. അന്ന് ആ വിവാഹത്തിലൊരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നം ഇരു കുടുംബങ്ങളുടെ മധ്യയിലുള്ള പ്രശ്നമായിട്ട് മാറാൻ പോവുകയാണ്. അങ്ങനെയുള്ള സമയത്ത് മുതിർന്ന ഒരു വ്യക്തി, ആ വ്യക്തി ആരായിരുന്നു? ആരാണ് പറയുക? മറിയ. വിവാഹത്തിലൊരു പ്രശ്നമുണ്ടാകുകയാണെങ്കിൽ അതാർക്കാണ് പരിഹരിക്കുവാൻ കഴിയുന്നത് എന്നതറിയാവുന്നതായ ഒരു ആത്മീയതയുള്ളവൾ. അവൾ എന്താണ് ചെയ്തത്? ആ വിവാഹ വിഷയത്തിലുണ്ടായതായ പ്രശ്നം ഒരേ ഒരാൾക്കേ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. അവനാണ് കർത്താവായ യേശുക്രിസ്തു. നേരെ ചെന്നിട്ട് എന്താണ് ചെയ്തത്? യേശുവേ, ഇവിടെ മുന്തിരി വീഞ്ഞ് തീർന്നിരിക്കുന്നു. ഇത് വലിയൊരു പ്രശ്നമായി മാറുന്ന മട്ടാണുള്ളത്. ഒരു നിമിഷമൊന്ന് നോക്കണമേ എന്ന് പറഞ്ഞിട്ട് കടന്നുപോയി. പ്രശ്നമുണ്ടായാൽ ആരോടാണ് പറയേണ്ടത്? വിവാഹത്തിലൊരു പ്രശ്നമുണ്ടായാൽ ആരോടാണ് പറയേണ്ടത്? പറയൂ. ആ വിവാഹ വ്യവസ്ഥയെ സ്ഥാപിച്ചതായ ദൈവത്തോടാണ് പറയേണ്ടത്. വിവാഹത്തിൽ പ്രശ്നമുണ്ടായാൽ നീ ഫോൺ ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്കല്ല, വിളിച്ചു പറയേണ്ടത് വക്കീലിനെയല്ല, വിളിച്ചു പറയേണ്ടത് മാതാപിതാക്കളെയല്ല. പ്രിയ മകനെ മകളെ ശ്രദ്ധിക്കുക. വിവാഹം കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ ഉണ്ടാകും. മാതാപിതാക്കൾ നിന്നെ വളർത്തി, നീ ജനിച്ചതു മുതൽ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വിയർപ്പൊഴുക്കി നിന്നെ അവർ പഠിപ്പിച്ചു, നിനക്ക് നല്ലൊരു നിലയുണ്ടാക്കി തന്നു, നിന്റെ വിവാഹം നടത്തി. ആ വിവാഹം നടത്തുവാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. വിവാഹം കഴിഞ്ഞതിന് ശേഷവും ആ വിവാഹം നടത്തേണ്ടതിന് വേണ്ടി വാങ്ങിച്ചു കൂട്ടിയതായ കടങ്ങൾ ഇപ്പോഴും വീട്ടുവാനായിട്ട് അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ആരോഗ്യസ്ഥിതി മോശമാകുമ്പോൾ നല്ലൊരു ആശുപത്രിയിൽ പോകുവാൻ കഴിയാതെ, നല്ല മരുന്നുപയോഗിക്കാൻ കഴിയാതെ, ശരിയായ ചികിത്സ എടുക്കാതെ, ആരോഗ്യസ്ഥിതിയൊന്നും നോക്കാതെ നിനക്ക് ചെയ്തു തന്നതായ കാര്യത്തിന് അവർ ഇപ്പോഴും കഷ്ടപ്പെട്ട് കടങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നീ ഭർത്താവുമായിട്ട് വഴക്കുകൂടിയിട്ട് സ്വന്തം വീട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ അവർക്ക് ശാപകരം മറ്റെന്താണുള്ളത്? അതിനേക്കാൾ വലിയ വേദന അവർക്ക് എന്താണുള്ളത്? നീ സുഖത്തോടെ ജീവിക്കും, സൗഖ്യത്തോടെ ആയിരിക്കും, സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിന്റെ വിവാഹം നടത്തിത്തരുമ്പോൾ, വിവാഹം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം നീ പെട്ടിയും കിടക്കയുമൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് വന്നാൽ എന്താകും? ഭർത്താവിൽ കുറവുകൾ കണ്ടിരിക്കാം, ഭാര്യയിലും കുറവുകൾ കണ്ടിരിക്കാം. ഇവർ വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളാകാത്തതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കാനായി കുറച്ച് സമയമെടുത്തേക്കാം. ഈ മനസ്സിലാക്കാൻ സമയമെടുക്കുന്ന ഇടവേളയ്ക്കുള്ളിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായേക്കാം. അയാളൊരു മുൻകോപിയായിരിക്കാം, അല്ലെങ്കിൽ നിനക്കും മുൻകോപമുണ്ടായിരിക്കാം. പരസ്പരം തർക്കിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം, നിനക്കും അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടായിരിക്കാം. തർക്കങ്ങളുണ്ടായേക്കാം. അതുകൊണ്ട് രണ്ടുപേരുടെയും മധ്യയിൽ പരസ്പരം അഡ്ജസ്റ്റ് ആകുവാൻ കുറേയൊക്കെ സമയമെടുത്തേക്കാം. ഈ സമയത്ത് തന്നെ നീ വീട്ടിൽ പോയിരിക്കുകയാണെങ്കിൽ നിന്റെ അഭിമാനം എന്തായിത്തീരും? വിവാഹം കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ക്ഷമയോടുകൂടി, സഹിഷ്ണുതയോടുകൂടി നിന്റെ കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോയെങ്കിലേ കുടുംബജീവിതം അനുഗ്രഹമായി തീരൂ. കോപത്തിനാകട്ടെ, നിഗളത്തിനാകട്ടെ, എടുത്തുചാട്ടത്തിനാകട്ടെ, ഇവയ്ക്കൊരിക്കലും ഒരു കുടുംബത്തെ പണിയുവാനായിട്ട് കഴിയില്ല. ആ ദിവസം ആ വിവാഹത്തിലൊരു പ്രശ്നമുണ്ടായപ്പോൾ അത് 3-ാമതൊരു വ്യക്തി അറിയാതെ വണ്ണം ആ പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് നേതൃത്വം വഹിക്കുന്ന മറിയ
പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിയുന്ന യേശുവിനോട് ആ കാര്യം പറഞ്ഞു. നിന്റെ മകളുടെ വിവാഹത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രിയ മാതാവേ, നിന്റെ മകളോട് നല്ല ഉപദേശങ്ങൾ നീ പറഞ്ഞു കൊടുത്തിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. നിന്റെ മകന്റെ വിവാഹകാര്യത്തിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ? മകന്റെ കുടുംബജീവിതത്തെ ഉറപ്പിക്കുന്നതായ നല്ല ഉപദേശങ്ങൾ പറയുക. അതിനുശേഷം കർത്താവിനോട് പ്രാർത്ഥിക്കൂ. കർത്താവിനോട് പറഞ്ഞെങ്കിൽ മാത്രമേ വിവാഹകാര്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ, അത്ഭുതങ്ങൾ സംഭവിക്കുകയുള്ളൂ. അതല്ലാതെ ആ പ്രശ്നത്തെ കൂടുതൽ ഗുരുതരമാക്കി മാറ്റി, കൂടുതൽ വലുതാക്കി മാറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടും കേസുകൾ കൊടുത്തിട്ട് കോടതികൾ കയറി ഇറങ്ങുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. കോടതി ഒരു പ്രശ്നത്തെ പരിഹരിക്കണമെങ്കിൽ നീ കോടതി കയറി ഇറങ്ങേണ്ടതാകുന്നു. എന്നാൽ യേശുവിന് നിന്റെ പ്രശ്നത്തെ പരിഹരിക്കണമെങ്കിൽ നീ അതിനുവേണ്ടി എവിടെയും കയറിയിറങ്ങേണ്ട കാര്യമില്ല. നീ മുഴങ്കാൽ മടക്കിയാൽ മതി, ദൈവം പരിഹാരം നിന്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. കോടതിയിൽ നീ കേസ് ഫയൽ ചെയ്താൽ വക്കീലിന് പൈസ കൊടുക്കണം. എന്നാൽ അതേ പ്രശ്നത്തെ യേശുവിൻ്റെ കരത്തിലേക്ക് സമർപ്പിച്ചാൽ 1 രൂപ പോലും നിന്നോട് വാങ്ങാതെ യേശു ആ പ്രശ്നത്തെ പരിഹരിക്കും. അന്ന് ആ വിവാഹ കാര്യത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം അവിടെ ചെയ്തു. മറിയ അവിടെയുണ്ടായിരുന്ന ദാസന്മാരോട് പറഞ്ഞു, യേശു നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ വിവാഹത്തിലുണ്ടായ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാനിടയാകും. ഈ ദിവസം ഈ ദാസനും അതാണ് പറയുന്നത്. നിങ്ങളുടെ വിവാഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ യേശു കൽപ്പിക്കുന്നത് ചെയ്യുക. വചനം പറയുന്നത് ചെയ്യുക. ഒരു കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഭർത്താക്കന്മാരെ, നിങ്ങൾ സഹിഷ്ണുതയോടുകൂടി ഭാര്യമാരെ സ്നേഹിക്കണം. ഭാര്യമാരെ, ഭർത്താവ് യജമാനനെന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ മുൻപിൽ കീഴ്പ്പെടുന്ന സ്വഭാവം നിനക്കുണ്ടാകണം. ഭർത്താവ് ഭാര്യയെ അൺകണ്ടീഷനായി സ്നേഹിക്കണം. അതുപോലെ ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം അൺകണ്ടീഷനായിട്ട്. ഏത് ഭർത്താവാണോ ഭാര്യയെ മനഃപൂർവ്വമായിട്ട് സ്നേഹിക്കുന്നത്, ഏത് ഭാര്യയാണോ മനസ്സോടുകൂടി ഭർത്താവിനെ അനുസരിക്കുന്നത്, അങ്ങനെയുള്ള കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഈ ഫോർമുല തന്നത് ആരാണ്? ദൈവമാണ്. മറിയ പറയുകയാണ്, യേശു കൽപ്പിച്ചത് ചെയ്യുക, എങ്കിൽ വിവാഹം ശ്രേഷ്ഠമായിട്ട് നടക്കും. അപ്പോൾ യേശു എന്താണ് പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ ശൂന്യമായി കിടക്കുന്നതായ കുറച്ച് പാത്രങ്ങൾ എന്താണ് കൊണ്ടുവരിക. നമുക്കത് വായിക്കാം. 6-ാം വാക്യം. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീനെന്ന് പറഞ്ഞു. എന്താണ് സംഭവിച്ചത്? വീഞ്ഞ് തീർന്നുപോയി. ഇപ്പോൾ അവർക്ക് ആവശ്യമായിരിക്കുന്നത് വീഞ്ഞാണ്. വീഞ്ഞ് എങ്ങനെയാണ് കിട്ടുന്നത്? മുന്തിരിയിൽ നിന്നാണ് കിട്ടുന്നത്. എന്നാൽ യേശുക്രിസ്തു എന്താണ് പറയുന്നത്? ആ കൽപ്പാത്രങ്ങളിൽ നിറയെ വെള്ളം ഒഴിപ്പീൻ. ദാസന്മാരെന്താണ് പറയേണ്ടത്? നോക്കൂ, നിങ്ങളാരാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിവിടുത്തെ പണിക്കാരാണ്. മറിയയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ മറിയയുടെ മകനാണല്ലോ അങ്ങ്, ശരിയല്ലേ? അതെ. ഈ പാത്രങ്ങളിൽ നിറയെ മുന്തിരി വീഞ്ഞാണ് ഒഴിക്കേണ്ടത്. ഇതിൽ വെള്ളം നിറച്ചിട്ട് ഞങ്ങൾ വെള്ളം കൊണ്ടൊഴിച്ചു കൊടുത്താൽ അവർ ഞങ്ങളുടെ മുഖത്ത് തുപ്പും. ഇത് മുന്തിരി വീഞ്ഞുകൊണ്ട് നിറയ്ക്കേണ്ടതായ പാത്രങ്ങളാണ്, വെള്ളം കൊണ്ടല്ല നിറയ്ക്കേണ്ടത് എന്ന് പറഞ്ഞവർ ചോദ്യം ചെയ്തോ? ചെയ്തില്ല. ദൈവം എപ്പോഴാണ് അത്ഭുതം ചെയ്യുന്നതെന്ന് അറിയാമോ? നീ അവനെ ചോദ്യം ചെയ്യാതെ അവൻ പറയുന്നത് നീ ചെയ്യുമ്പോഴാണ് ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നത്. പ്രിയ സഹോദര സഹോദരി, ഈ ദിവസം നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അത്ഭുതം യേശു കർത്താവ് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ കേൾക്കുക, എന്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ? പാത്രം പാതി നിറയ്ക്കാൻ വേണ്ടിയല്ല ആഗ്രഹിക്കുന്നത്. പറയുക, പാതി നിറയ്ക്കാനല്ല ആഗ്രഹിക്കുന്നത്. എത്രയ്ക്ക് നിറപ്പാനാണ് പറയുന്നത്? അതിൻ്റെ വക്കോളം നിറയ്ക്കാൻ പറയുകയാണ്. അതിൻ്റെ അർത്ഥമെന്താണ്? ദൈവം നിന്റെ ജീവിതത്തിൽ പാതി അത്ഭുതം ചെയ്യാനല്ല ആഗ്രഹിക്കുന്നത്, സമ്പൂർണമായ അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാനും നിങ്ങളും ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? അവരെ പരീക്ഷിക്കുകയാണ്, ഇവർ അനുസരിക്കുമോ ഇല്ലയോ എന്ന്. നിങ്ങൾ ആ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ. വെള്ളം
അതിൻ്റെ വക്കോളം നിറപ്പീൻ. അയ്യോ, എന്താടി പറയുന്നത്? വെള്ളം വക്കോളം നിറച്ചതുകൊണ്ടോ പാതി നിറച്ചതുകൊണ്ടോ എന്ത് പ്രയോജനം? ബാക്കിയാകുന്നത് വെള്ളം തന്നെയല്ലേ എന്ന് പറഞ്ഞില്ല. അവരുടെ വിശ്വാസത്തെ കർത്താവ് പരീക്ഷിച്ചു. അവരെന്താണ് ചെയ്തത്? അവരുടെ ഉള്ളിൽ വലിയ വിശ്വാസത്തോടുകൂടി യേശുക്രിസ്തു പറയുന്നത് കേൾക്കുമ്പോൾ അവൻ്റെ വാക്കിൽ എന്തോ വ്യത്യാസമുണ്ട്, ഇതിൽ വലിയൊരു ശക്തിയുണ്ട്, അവൻ എന്തു ചെയ്യുമെന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വക്കോളം വെള്ളം നിറയ്ക്കാനിടയായി. അതിനുശേഷം യേശു പറയുകയാണ്, നിങ്ങൾ പാത്രം കൊണ്ടുവന്ന് ഇത് കോരിക്കൊണ്ട് വിരുന്നുവാഴിക്ക് കൊണ്ടു കൊടുപ്പീൻ. അവർ അത്ഭുതത്തോടുകൂടി ആ വെള്ളം കോരിയെടുത്ത് നോക്കിയപ്പോൾ അവിടെയുണ്ടായിരുന്ന വെള്ളം വീഞ്ഞായിട്ട് മാറിയിരിക്കുന്നു. ഒരുപക്ഷെ ഇവർ അന്ന് ഭോഷത്വത്തോടുകൂടി ഒരു ബക്കറ്റ് വെള്ളം ആ പാത്രത്തിൽ ഒഴിച്ചു എന്നിരിക്കട്ടെ, വീഞ്ഞ് എത്രത്തോളം ലഭിക്കുമായിരുന്നു അവർക്ക്? ഒരു ബക്കറ്റ് നിറയെ ഉള്ളായിരുന്നു. അവരെന്താണ് ചെയ്തത്? യേശു പറഞ്ഞതായ വാക്കുകൾ സമ്പൂർണമായും കേട്ട് വിശ്വസിച്ച് അനുസരിച്ചു. ആ പാത്രങ്ങൾ വക്കോളം വെള്ളം നിറച്ചതുകൊണ്ട് അത് നിറയെ അവർക്ക് വീഞ്ഞ് സമൃദ്ധിയായി ലഭിക്കുവാനിടയായി. ഇതാണ് ഈ ദിവസം ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതം. നിന്റെ വിവാഹത്തിൽ ഏതത്ഭുതമാണ് പ്രതീക്ഷിക്കുന്നത്? നിന്റെ ഭർത്താവിൻ്റെ രക്ഷ എന്ന അത്ഭുതമാണോ? എന്നാൽ എൻ്റെ കർത്താവ് ഇന്ന് നിന്റെ ഭർത്താവിന് സമ്പൂർണമായ രക്ഷ നൽകാനിടയാകും. നിന്റെ ഭാര്യയുടെ രക്ഷ, അല്ലെങ്കിൽ നിന്റെ മക്കളുടെ രക്ഷ, നിന്റെ കുടുംബത്തിൽ ആരുടെയൊക്കെ രക്ഷയാണോ നീ ആഗ്രഹിക്കുന്നത്? അങ്ങനെയെങ്കിൽ എൻ്റെ കർത്താവ് നീ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ രക്ഷിക്കപ്പെടൽ അവൻ നടത്തും. സമുദ്രത്തെ ശാസിച്ച് ശാന്തമാക്കുന്നതിനേക്കാൾ നിന്റെ കുടുംബജീവിതത്തെ പണിയുന്നതാണ് എൻ്റെ ദൈവത്തിനുള്ള പ്രധാനമായ കർത്തവ്യം. അപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, ബ്രദർ, ഞാൻ അത്രയ്ക്ക് വലിയവളൊന്നുമല്ല. ദൈവചിത ശ്രദ്ധിക്കുക, യേശുക്രിസ്തു താൻ ചെയ്തതായ ഏറ്റവും ആദ്യത്തെ അത്ഭുതം എവിടെയാണെന്നറിയാമോ? ഒരു ചെറിയ ഗ്രാമത്തിൽ. ഒരു സർക്കസ് തുടങ്ങുകയാണെങ്കിൽ വലിയ പട്ടണത്തിലായിരിക്കും അവർ ആദ്യം തുടങ്ങുന്നത്. എന്തുകൊണ്ടെന്നാൽ അനേകം ആളുകളെ അത്ഭുതം കൂറുമാറാക്കുവാൻ. എന്നാൽ എൻ്റെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ നോക്കിയത് വലിയ പട്ടണമല്ല, ഒരു ചെറിയ ഗ്രാമത്തിലുള്ളതായ ചെറിയ ഒരു കുടുംബത്തിൽ. അങ്ങനെ ചെറിയൊരു കുടിലാണെങ്കിൽ പോലും എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്യുവാൻ ഒരുക്കമുള്ളവനാണ്. അവൻ അത്ഭുതം ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഒരു വലിയ വ്യക്തിയായിരിക്കണമെന്നില്ല. എൻ്റെ കർത്താവിന് നിന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്യണമെങ്കിൽ നീ ഒരു വലിയ വ്യക്തിയായിരിക്കണമെന്നൊന്നുമില്ല. പിന്നെയോ കർത്താവിൽ വിശ്വാസമുള്ളവനായ ഒരു വ്യക്തിയായിരുന്നാൽ മതി. എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ചോദ്യം: ഇന്ന് നിന്റെ വിവാഹത്തിൽ ഏതത്ഭുതമാണ് നീ പ്രതീക്ഷിക്കുന്നത്? എൻ്റെ കർത്താവ് ചോദിക്കുന്നു. ഈ ദിവസം നിന്റെ കുടുംബത്തിൽ, നിന്റെ വിവാഹത്തിൽ ഏതത്ഭുതം ചെയ്യുവാനാണ് നീ ആഗ്രഹിക്കുന്നത്? എന്നിൽ വിശ്വസിക്കുകയാണെങ്കിൽ, എൻ്റെ വാക്കനുസരിക്കുകയാണെങ്കിൽ, നീ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ മഹാ അത്ഭുത കാര്യത്തെ നിന്റെ വിവാഹ വിഷയത്തിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ദൈവം നൽകുന്നതായ വാഗ്ദത്തം. യേശു കർത്താവ് താൻ ചെയ്തതായ ഏറ്റവും ആദ്യത്തെ അത്ഭുതം എവിടെയായിരുന്നു? ഒരു വിവാഹത്തിൽ. ഈ ദിവസം ഇവിടെ ഇരിക്കുന്ന പേരിൽ എത്ര പേർ പറയുന്നുണ്ട്, എൻ്റെ വിവാഹം നടക്കുന്നില്ല എന്ന്? എങ്കിൽ ആ വിവാഹ വിഷയത്തിൽ തന്നെ എൻ്റെ കർത്താവ് വലിയ അത്ഭുതം ചെയ്യാൻ പോകുന്നു. എൻ്റെ വിവാഹ ജീവിതം തകർന്നു പോയിരിക്കുന്നു എങ്കിൽ തകർന്നു പോയ ആ വിഷയത്തിൽ തന്നെ കർത്താവ് വലിയ അത്ഭുതം ചെയ്യാൻ പോകുന്നു. ബ്രദർ, എൻ്റെ വിവാഹം ചിതറിപ്പോവുകയാണ്, അത് തകർന്നു പോവുകയാണ്. ചിതറിപ്പോകുവാൻ, വേർപെടുവാൻ, അകന്നു പോകുവാൻ ഒരുക്കമായിരിക്കുന്ന നിന്റെ കുടുംബജീവിതത്തെ എൻ്റെ കർത്താവ് ഒരുമിപ്പിക്കുവാൻ ഒരുക്കമാണ്. വിശ്വസിക്കുന്നവർ ആയിരിക്കുന്നിടത്ത് തന്നെ പ്രാർത്ഥനയിൽ ഒരുമിക്കുക. യേശുവേ, 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 എത്രയോ അത്ഭുതങ്ങൾ നീ ചെയ്തിരിക്കുന്നു, നീ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ചെയ്യും. എന്നാൽ നീ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചതായ അത്ഭുതം, ഏറ്റവും ആദ്യത്തെ അത്ഭുതം ഞങ്ങളുടെ കുടുംബം പണിയപ്പെടുന്ന വിഷയത്തിലാണ്. ഞങ്ങളുടെ വിവാഹ ബന്ധം
സ്ഥിരപ്പെടുന്ന വിഷയത്തിലാണ്. ഈ ദിവസം ആരുടെ കുടുംബത്തിലാണോ, ആരുടെ വിവാഹത്തിലാണോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്, കർത്താവേ, നീ ഒരു പ്രാവശ്യം അവരെ നോക്കണമേ, ഒരിക്കൽ നീ അവരെ ദർശിക്കണമേ. വിവാഹം കഴിക്കാതിരിക്കുന്ന മക്കൾ നിന്റെ ഹിതപ്രകാരം ശ്രേഷ്ഠകരമായ വിവാഹ ജീവിതത്തിൽ കടക്കണം. നീയുള്ളതായ വിവാഹമാണ്, നീ വന്നിരിക്കുന്ന വിവാഹമാണ്, നിന്നെ മഹത്വപ്പെടുത്തുന്ന വിവാഹമാണ് ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നടക്കേണ്ടത് കർത്താവേ, അത് തന്നെ നടക്കണം എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.